ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹണി. മുടി കൊഴിച്ചിൽ, താരൻ, അകാലനര ഒക്കെ മാറാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും കൂടാതെ നിങ്ങളുടെ നരച്ച മുടി കറുക്കാനും അതുപോലെ മുടിക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറാനും കഷണ്ടി ആവുന്നത് തടയാനും നെറ്റ് കയറുന്നത് തടയാനും പുരുഷന്മാർക്ക് മീശ താടിയൊക്കെ കൊഴിയുന്നത് തടയാനും ഒക്കെ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഹെയർ ഓയിലാണ്. കൂടാതെ കഫക്കെട്ട്, ജലദോഷം, കൂടാതെ മൈഗ്രെയിൻ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറാനൊക്കെ ഈ എണ്ണ വളരെയധികം ഹെൽപ്പ് ചെയ്യും. എണ്ണ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 സ്പൂൺ അളവിൽ കുരുമുളക്, ചുമന്നുള്ളി, ഇനിയിപ്പം തുളസി ഇല, അടുത്തായിട്ട് വേണ്ട ചെമ്പരത്തി ഇല, ചെമ്പരത്തിപ്പൂവ്, കരിനേച്ചിയുടെ ഇല. ഇതെല്ലാം നന്നായി കഴുകിയെടുക്കുക. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നിങ്ങൾക്കിതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഇടികല്ലിലിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണരുത്, മുഴുവനായിട്ട് കാണണം കേട്ടോ. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം തയ്യാറാക്കി ഉപയോഗിക്കുക. അതുപോലെ മൈഗ്രെയിൻ മാറാനൊക്കെ എണ്ണ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും. സൈനസൈറ്റിസിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എണ്ണ നല്ല റിസൾട്ട് തരുവേ. എനിക്ക് നല്ല രീതിയിൽ സൈനസൈറ്റിസ് ഉണ്ടായിരുന്നു. അത് മാറാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ച ഒരു എണ്ണയാണ് കേട്ടോ. കഫക്കെട്ട് മാറാനും കഫക്കെട്ട് വരുന്നത് തടയാനും നീർദോഷം മാറാനും ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കുക. ചതച്ചെടുത്തതിന് ശേഷം വേണം നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടി. കുരുമുളക് എടുക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് 1 സ്പൂൺ അളവിൽ എടുക്കുക. വലിയ 1 സ്പൂണിനാണ് ഞാൻ 1 സ്പൂൺ അളവിൽ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 100 ml എണ്ണ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു അളവിൽ എടുത്തിരിക്കുന്നത്. എണ്ണയുടെ അളവ് കൂടുന്നതനുസരിച്ച് ഇതിൽ ഇട്ടിരിക്കുന്ന സാധനങ്ങളുടെയും അളവ് കൂട്ടിയെടുക്കുക. ഞാനിപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ആദ്യം നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇരുമ്പ് ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടി ഇല്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം തയ്യാറാക്കാൻ വേണ്ടി. കുറച്ചധികം സമയം എടുക്കും, പക്ഷേ ഈ എണ്ണയുടെ റിസൾട്ട് വളരെയധികം നല്ലതായതുകൊണ്ട് ഇച്ചിരി സമയം പോയാലും യാതൊരുവിധ നഷ്ടവും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ ഈ എണ്ണ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഒട്ടും കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോവുക, അപ്പോൾ ഒരു റിസൾട്ടും കിട്ടത്തില്ല. നിങ്ങൾ ഈ എണ്ണ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് കുളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പൂ അല്ലെങ്കിൽ താളിയോ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം കേട്ടോ. എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം തലയോട്ടിയിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ എണ്ണ ഏകദേശം പാകമായി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു തിള മാറുന്നതാണ് നമ്മുടെ എണ്ണയുടെ പാകം. അധികം കരിഞ്ഞു പോകരുത്. ഇതിലിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ ഒരു മണൽ പരുവാകുന്നതാണ് ശരിക്കും ഇതിൻ്റെ ഒരു പാകം. ഈ എണ്ണ പാകമായതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു പാത്രത്തിലോട്ട് പകർത്തിയതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ചൂടോടുകൂടി തന്നെ അരിച്ചെടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, എണ്ണ ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. അതിൻ്റെ തിളയൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലോട്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3-4 കഷ്ണം കൂമ്പ് വാഴയിലയാണ് കേട്ടോ. അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അത് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക. ഇത് നിങ്ങളുടെ തലയോട്ടി നല്ല ഹെൽത്തി ആയിരിക്കാനും താരൻ മാറാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല ഹെൽത്തിയായി വളരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. 3-4 കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി. കൂമ്പില തന്നെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ചൂടാണ്, അതുകൊണ്ട് ഞാനൊരു കോട്ടൺ തുണി ഉപയോഗിച്ചാണ് ഇത് അരിച്ചെടുക്കുന്നത്. ഇതുപോലൊരു കോട്ടൺ തുണി ഉപയോഗിച്ചൊരു സ്റ്റീൽ പാത്രത്തിലോട്ടാണ് അരിച്ചെടുക്കുന്നത്. ഞാൻ ഈ ഒരു എണ്ണ തയ്യാറാക്കിയിരിക്കുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അമ്മ എന്ന് രാവിലെ കുളിച്ചിട്ട് അമ്പലത്തിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ അമ്മ ഈ രാവിലെ കുളിക്കുന്നത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് എപ്പോഴും ജലദോഷവും തുമ്മലും കഫക്കെട്ടും ഒക്കെയാണ്. അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എണ്ണ തയ്യാറാക്കുന്നത്. കൂടാതെ മുടി കൊഴിച്ചിലും ഉണ്ട് അമ്മയ്ക്ക്. അത്യാവശ്യം മുടി നരച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു എണ്ണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്.